ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പൊന്നെ ഒച്ചപ്പാടോട്ട് സാധനം അപ്പൊ നമുക്ക് നല്ല ഫോമിലേക്ക് ഉണ്ട്. ഒരു സ്വാഗതം പറഞ്ഞേ. സ്വാഗതം കരഞ്ഞോണ്ടിരിക്കുന്നല്ല നിർത്തിയ എന്താ ഫോണില് നോക്കരുതെന്ന് ഫോൺ അങ്ങനെ നോക്കിക്കാറില്ല. പാട്ട് മാത്രം കൊടുത്ത് പാട്ട് വെച്ചു കൊടുത്ത് കേൾപ്പിക്കാറ് മാത്രമേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഫോണിൽ നോക്കണത് ഇഷ്ടമാണ്. ആരെന്നെ പറ്റി പറയണത് അല്ലേ? നീ അവിടുത്തെ കൊച്ചിനെ പറഞ്ഞ അതെ അതെ ഒന്ന് നടക്കാൻ പോട്ടെ കൊച്ചിന് നടക്കാൻ പോട്ടെ. കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ നടന്നു ചെല്ലണ. അപ്പൊ ശ്രുതി ഇവിടെ ഇങ്ങനെ കേട്ട ഇപ്പത്തെ കൊച്ചിനെ കുളിപ്പിച്ച കേറിയിട്ടുള്ളൂ അല്ലേ? അതെ ഞാനും അമ്മയും കൂടി രാവിലെ സ്ഥലത്ത് പോയിക്കുന്നത്, അമ്പലത്തിൽ പോയിക്കായിരുന്നു. ഇന്ന് എന്താണെന്ന്? ഇന്ന് കർക്കിടക വാവാണല്ലോ. അതിന് പോയിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ ഒരു ചെറിയ നേരമായിട്ടാ വെയിലൊക്കെ ആയി. അതെ 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 കർക്കിടകമായിട്ട് ബലിയിടാനും കാര്യങ്ങളൊക്കെ വേണ്ടി പോയേക്കായിരുന്നു രാവിലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചേക്ക് ഇരിക്കുന്ന സമയം ഓർത്ത് അല്ലേ? അങ്ങനെ ഇരിക്കണായിരുന്നു. എന്നിട്ട് ചായടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ സുഖമായിട്ട് നല്ല മര്യാദക്ക് പോകുന്നു. അപ്പോൾ ഇന്നിപ്പോഴത്തെ കടയിലേക്ക് പോകണം. നമുക്കിന്ന് ഒഴിവാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവധിയാണല്ലോ. അപ്പം ഇന്ന് നമുക്ക് ഒഴിവാണ്. അവിടെ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ പോയിക്കൊണ്ടിരിക്കേണ്ട. അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇനി കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആളിപ്പ ഉറങ്ങാതെ സെറ്റാവും. ഉറങ്ങാതെ സെറ്റാകുമ്പോ അമ്മ ഇതുവരെ ചെയ്യാത്തൊരു സംഭവം ചെയ്യാൻ വേണ്ട. അപ്പൊ അതും കൂടി കാണിച്ചു തരാം ഏട്ടാ. അതല്ല എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തക്കോലി ചെയ്തിട്ടുണ്ടല്ലേ പറഞ്ഞത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ആ സംഭവം എന്താന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ അങ്ങോട്ട് കുറെ നാളത്തെ നെറ്റിൽ കുറിയൊക്കെ വന്നേക്കണുണ്ട്. അമ്പലത്തിൽ പോയിട്ട് കുറിയൊക്കെ വന്നേക്കണേന്. അപ്പൊ നമുക്ക് നേരെ സംഭവത്തിലേക്ക് പോവാം. ബാ. കൊച്ചിന് ആ സംഭവം ചെയ്യാൻ വേണ്ടി അമ്മ മണിക്കൂർ എവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി അമ്മേ? ഉറക്കിക്കൊണ്ടിരിക്കേണ്ട. ഉറങ്ങിയാലാ ചെയ്യാൻ പറ്റുള്ളത്. ഉറക്കട്ടെ. ഉറങ്ങിയാൽ കയറി പോരി. വാ കൊണ്ടേ കിടത്ത് മിനിറ്റ് പോരും കണ്ടോട്ടെ. ഇത് കണ്ടതേ അമ്മതേ. കണ്ണിലൊക്കെ കൊണ്ടല്ലേ പറയുന്നുണ്ടാ. അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലൊക്കെ കൊള്ളുപോലെ അച്ഛനും അമ്മയും കൂടി ഇടുന്ന അമ്മ നമുക്ക് എഴുതാനറിഞ്ഞു വിടുന്നാണ് പറയണത്. നാണം കെടുത്തല്ലേ മൊത്തം കൊള്ളായിട്ടുണ്ട്. നാളായില്ലേ കാണാനായിട്ട്. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. പൊട്ട് സൂപ്പറായി. കവളത്തും കുത്ത് സുന്ദരൻ കുത്ത് ഇപ്പുറത്തെട്ടിക്ക. സുന്ദരൻ അടെ പൗഡർ തന്നെ പുറത്ത് തേച്ച് നോക്ക്. അയ്യോ പുരിയൊന്നും മര്യാദക്കാക്കണമെന്നുണ്ടാവില്ല. മര്യാദക്കാക്കി വരുമ്പോ കോളാവോ. ഇപ്പറൊന്ന് സെറ്റാക്കിട്ടോ. ഇത്തിരി നേരം കൂടി കിടന്ന മൂക്കത്തെ കാണ മൂക്കത്തായ പോനപ്പാ. അങ്ങനെ പോകണ്ട. അങ്ങനെ കണ്ട അതുകൊണ്ട് തന്നെ പൗഡർ ഇട്ടാൽ മതി പൊക്കോളൂ. പൗഡർ മൂക്കത്തല്ല കേട്ടാ. അങ്ങനെ അതും അങ്ങനെയല്ല. കയ്യിലെടുത്ത് തൊട്ട് കയ്യിലിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഇങ്ങനെ ഇടന്നിട്ട് അപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്തുണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അപ്പൊ നോക്കിയതേ ഉച്ചക്കത്തെ കറികളോടെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ. എന്താണ് സ്പെഷ്യലി? ഇതാണ് കരിച്ച പറഞ്ഞാലിപ്പോ ഇതെന്താണ് സാധനം അറിയോ? പറ. ചാളട പലഞ്ഞീൻ. ഈ എങ്ങാനും ഇവിടെ കരിഞ്ഞിട്ടുണ്ട്. ഈ കണ്ണനെ ഇവിടുന്ന് എന്നെടുത്ത് എറിഞ്ഞു കളഞ്ഞേ. വേറെ എന്ത് പോയാലും കണ്ണിന് കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സാധനം. ഇപ്പുറത്തേക്ക് ചാളയിടുന്ന ആവണ്ട കേട്ടാ. ചാളയിടുന്ന വറക്കുന്നുണ്ട്. കാലത്തിപ്പുറം പനിഞ്ഞീനും കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്തേക്ക് അയിലക്കറി കിടുന്ന അയിലക്കറി കണ്ട
തേങ്ങ അരച്ച് വെച്ച അയിലക്കറി അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ. വാവായിട്ടുള്ള സ്പെഷ്യൽ. അതെ മെയിനായിട്ട് ഇത്. അതെ, മെയിനായിട്ട് പഞ്ഞീനാണ്. പഞ്ഞീനധികം വറക്കണം കേട്ടോ. നൈസായിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി, ഒന്ന് ചൂട് വിളിച്ചെടുത്താൽ അത്. ഓഫ് ചെയ്തോ? വേവിക്കണ്ട. ഇല്ല. ചാള വേണോ? ചാള വേണം. ഇപ്പൊ ചാളക്കൊക്കെ എന്ത് വിലയാണ്? 300 രൂപയാണ് കിലോ. ഇത് എത്ര ഇവിടെ ചാളയാണ് കിടക്കണം? അതെ, പറയണ്ട, പറയണ്ട, അതൊക്കെ ഒരു കഥയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അങ്ങോട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ കൊച്ചിനെ ഉറക്കാണ് അവിടെ അല്ലേ? ഞാൻ പഠിച്ച പണി 18 നോക്കിട്ടൊക്കെ ഒരു രക്ഷയില്ല. ആ വീഡിയോയിൽ കണ്ടില്ലേ അവൻ ഉറങ്ങിയതല്ല, അത് എനിക്ക് തോന്നുന്നുണ്ടില്ലേ? കണ്ണടച്ച് കിടക്കും, ഞാൻ പയ്യെ കൊണ്ടുപോകും. ബൾബ് ഇട്ടുവിട്ടാ ഞങ്ങൾ കണ്ടു തുറന്നോളെ. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ മീനൊക്കെ മാറ്റിയണ്ട. ഞാൻ അതിന് ഓടിച്ച് അമ്മ മാറ്റുമ്പോൾ ഇപ്പൊ പോരാ. അപ്പൊ നോക്കിയേ സുഖോ. അതെ, ആ അവിടുത്തെ അവസ്ഥ കണ്ടില്ലേ? ഇവിടെ അലങ്കോലേക്ക് കിടക്കണേക്കോട്ടെ. അവിടെ ഏകദേശം ഉറങ്ങിയത്. അവിടെ അത് ഒച്ചയൊന്നും എടുക്കണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ താങ്കളൊക്കെ മാറ്റേണ്ട. ഇതൊക്കെ ഞാൻ കഴിച്ചു കാണിച്ചാൽ ഗൈസ് ഇവിടെ തീറ്റ കണക്കാണ്. ഇത്തിരി പനിഞ്ഞും കൊണ്ട് വാർത്തെന്ന് പറഞ്ഞ് ഇതിന് പെരക്കി തിന്നിട്ടിരിക്കുന്നു. എനിക്ക് പറഞ്ഞിട്ട് പൈസ കിട്ടിയിട്ടില്ല. മോളപ്പുറത്തുനിന്ന് പറഞ്ഞ തിന്നാണ്, അമ്മ അപ്പുറത്തുനിന്ന് വേറെ തിന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാ ഞാൻ അന്വേഷിച്ചത്, വേറെ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റല്ല, ഇത് അറിയാം. നമ്മ ഈ സീസണിൽ ഇപ്പം ഇവർ ചാള പ്രസവിക്കുന്ന ടൈമാണ്. നല്ല മുട്ട ചാള പ്രസവിക്കുന്ന ടൈമാണ്. ഇപ്പൊ ചാള മേടിക്കുന്നില്ല. ചാള ഇങ്ങനെ പൊട്ടിയിരിക്കണ്ടായാലും നിങ്ങൾ തെറ്റിയിരിക്കുന്നു വേണ്ട. നല്ലതായിരിക്കും ചാള. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കടി. നോക്കി കഴിഞ്ഞിട്ട് വീഡിയോ ഇടിയിട്ട് കഴിക്കാനായിട്ട് ഇതിനൂടെ ഇടിയായിരിക്കും നടക്കണത്. വീഡിയോ കാണിക്കാൻ പറ്റില്ല, അത്ര അലമ്പായിരിക്കും. ഇത് അയിലയുടെ തലയും എടുത്തിട്ടുണ്ട്, ഒരു ചാളയും എടുത്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ കഴിക്കുന്നത്. റോസരി ചോറ്, ആഹാ അന്തസ്. റോസരി ഇട്ടിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴുകി വെളുപ്പിക്കാൻ റോസരിനെ. ചൂടുള്ള കഴുകി വെളുപ്പിക്കും. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയിലക്കറി അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അതെ, അപ്പൊ ഇതിന് കഴിച്ചിട്ടൊക്കെ നമുക്ക് കാണാം അല്ലേ? അപ്പൊ നോക്കി നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റേത്തേക്ക് എത്തിയിട്ടെ. റേത്തേക്ക് എത്തിയപ്പോ നോക്കി ഇനിയുള്ള പണി ആയുധങ്ങളൊക്കെ മെനഞ്ഞ് പൊടി തട്ടി വെക്കാണ്. ഇപ്പൊ പൊടി തട്ടിന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത ദിവസം ബാക്കിലേക്ക് കാണാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിലേക്ക് നോക്കി അടുത്ത അംഗത്തിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി തുടങ്ങി. കണ്ടാ, ഇത് കഴിഞ്ഞ സീസണിൽ മൊത്തത്തിൽ ഇറങ്ങിയിരുന്നതാണ്. ഇത് എന്ത് കളറൊക്കെ എന്ന് പറഞ്ഞു കൊടുത്തേ? റെഡ്, വയലറ്റ്, അതെ. അപ്പൊ ഈ സീസണിൽ പുതിയത് റിവീൽ ചെയ്യണ്ട. ഈ സീസണിൽ ഫസ്റ്റ് ഷോക്ക് ഇറങ്ങാൻ നമ്മൾ ഇതിട്ടായിരിക്കും അല്ലെ? ബ്ലാക്ക് എയർ ഹാൻഡ്ലൂംസിന്ന് വരുത്തിയാണ്. അതെ അതെ അതെ. നമുക്ക് മിക്കതും ഈ റെഡൊക്കെ അവിടെ നിന്ന് വന്നതാണ് അല്ലെ? റെഡൊക്കെ അവിടത്തേന്. പിന്നെ എല്ലാം കൂത്താമ്പള്ളി പല രീതിയിലൊക്കെ ഉള്ളതാണ്. അതെ, ഇതൊക്കെ അടിപൊളിയായിട്ട് വർഷങ്ങളായെങ്കിലും ഇത് കുറഞ്ഞൊരു 3 വർഷം കുറഞ്ഞതായിട്ടുണ്ട് അല്ലേ? 3 വർഷമായിട്ട് ഇതൊരു. അതെ അതെ, ഇതൊക്കെ അതേപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സീസണുകൾ അടിച്ച് പൊളിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രാവശ്യം കൂത്താമ്പള്ളിൽ ഇട്ടാണ് ഇറങ്ങാൻ പോണത് അല്ലേ? മഹാരാജസിലാണ് ഫസ്റ്റ് കളിക്ക് ഇതായി വിടുന്നത്. തൃശ്ശൂരേക്കാണ് ആദ്യം പോണ. അതെ എടത്തിരിഞ്ഞിലേക്ക് 21-ാം തീയതി. അതെ. അപ്പൊ ഈ സീസണിൽ ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ പ്രോഗ്രാം ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 21-ാം തീയതി ഞങ്ങൾ എടത്തിരിഞ്ഞിലേക്ക് വരും. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരും. പിന്നെ ഇത് ഞങ്ങൾ മഹാരാജത്തിലേക്ക് പോകും. ഇടയിലൊക്കെ മാറി മറിച്ച് ഇത്ര ഉള്ളു ഞങ്ങൾക്ക്. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഇനി വല്ല കളികളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന വിഷു അല്ലെ ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അത്യാവശ്യം കളി ആയിട്ടുണ്ട് അല്ലെ? എന്നാൽ പോലും നിങ്ങളുടെ നാട്ടിൽ കളികളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ. അപ്പൊ അതെ, എന്തിനു വിളിച്ചു? നമ്മൾ റെഡിയാണ്. നമ്മളിവിടെ ഒരു 16 അംഗം അടങ്ങുന്ന ടീം റെഡിയാണ്. അടിച്ച് പൊളിച്ച് സെറ്റാക്കി നമുക്ക് അവിടെ നിന്ന്. അതെ, പേടിയൊന്നുമില്ല. ഡ്രസ് കോസ്റ്റ്യൂം സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേറൊരു കോസ്റ്റ്യൂം കൂടി ഇറക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ഒരെണ്ണം കൂടി വരും. അപ്പൊ എല്ലാം അതെ, ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
ഒരു അനക്കം കിട്ടണമല്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ കോസ്റ്റ്യൂം ഉണ്ട്, മത്സര കളിക്ക് പോണ ധാവണിയും അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഷോ കളിക്ക് എടുക്കാറില്ല. അത് രണ്ടൂന്ന് ജോഡി ഉണ്ട്, എല്ലാവർക്കും 2 ഉണ്ട്. പക്ഷെ അത് ഷോ കളിയിലോട്ട് കൊണ്ടുവരില്ല. ഷോ കളി എപ്പോഴും നമ്മൾ സെറ്റ് മുണ്ടും തന്നെ ഇരിക്കും. അതെ. അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പ്രതീക്ഷിക്കണം അല്ലേ? എവിടെയാണെങ്കിൽ ആൾക്കാർക്ക് എവിടെയാണെങ്കിലും ഞങ്ങൾ വരാട്ടെ, വിളിച്ചാൽ കളിക്കാൻ. അപ്പൊ അത് ഒരാൾ കുറവുണ്ട്, ഒരാൾ അകത്തേടുന്ന് ഉറങ്ങിയിട്ടാ. സമാധാനപരമായിട്ട് ഉറങ്ങണേ. അത് നേരത്തെ അമ്മ ഒരിക്കലും കാണിച്ചു കൊടുത്തില്ല. ഇല്ല വേണ്ട, കാണിക്കണ്ട. കൊച്ചിനെ ഒരു പരിവാക്കി വെച്ചേക്കണ, ഇപ്പൊ കാണിക്കണ്ട. ഞാൻ എഴുതിയേക്ക് വരുമ്പോ അങ്ങനെ ആവുള്ളൂ. അത് എഴുതിയതേ പഠിക്കുള്ളൂ. അത് അമ്മ കൈ കൊണ്ടൊക്കെ എഴുതാൻ വേണ്ടി അപ്പൊ ഒന്നുകൂടി തേച്ച് മൊത്തൊക്കെ ആയനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി, നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.